രാത്രി 10 മണിക്ക് ശേഷം കലാപരിപാടികൾ വേദികളിൽ അവതരിപ്പിക്കരുത് എന്ന കോടതി വിധി വന്നതോടെ കലാകാരന്മാർക്കും ഒപ്പം കലാപരിപാടികൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിത ഉപാധി തടസ്സപ്പെട്ടതായി വർഷങ്ങളായി കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഒപ്പം തന്നെ ക്ഷേത്ര സംഘാടക സമിതിക്കും പറയാനുണ്ട്. ഹായ്, ഞാൻ കൊട്ടാരക്കര ശ്രീഭദ്രയുടെ നിർമ്മാതാക്കളിലൊരാണ്. ഞങ്ങൾ കഴിഞ്ഞ 61 വർഷമായി കലാരംഗത്ത് നൃത്തനാടകവുമായി ക്ഷേത്രങ്ങളിൽ എല്ലാ വർഷവും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ സ്ഥിരം വേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ ശരശയ്യ, നികുംബില, അങ്ങനെ ഒരുപാട് നൃത്തനാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി, ഏകദേശം പറഞ്ഞ 2 വർഷത്തോളമായി ഞങ്ങളെപ്പോലുള്ള കലാകാർക്ക് ഏറ്റവും അധികം പ്രതിസന്ധിയാണ് ഈ ഒരു മൈക്ക് സാങ്ഷൻ്റെ പ്രോബ്ലം. 10 മണിക്ക് ശേഷം ക്ഷേത്രങ്ങളിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പാടില്ല എന്നുള്ള സിസ്റ്റം വന്നേക്കുന്നത്. ഇത് വളരെയധികം ബാധിച്ചോന്ന് ചോദിച്ചാൽ വളരെയധികമാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരെ ബാധിച്ചേക്കുന്നത്. ബാലകൾ, നാടകം, നൃത്തനാടകം, എല്ലാ കലാരൂപം, ഗാനമേള, മിമിക്സ് തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളെയും ബാധിച്ചു കഴിഞ്ഞു. ഒരുപാട് വേദികൾ ഞങ്ങൾക്ക് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ അവതരിപ്പിക്കുന്നതിനെക്കാട്ടിയും ഇപ്പോൾ ഒരു 1/3 വേദികൾ മാത്രമേ നമുക്കിപ്പം എല്ലായിടത്തും കിട്ടുന്നുള്ളൂ. നമുക്ക് പ്രോഗ്രാം ബുക്ക് ചെയ്യുന്ന ഉത്സവാഘോഷ കമ്മിറ്റിയുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് ഈ വർഷം ഉത്സവങ്ങൾ നടത്തുന്നില്ല. ഒരു 8 ദിവസത്തെ ഉത്സവമുള്ള അമ്പലങ്ങളിൽ പോലും 5-6 പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരുന്ന അമ്പലങ്ങളിൽ ഇന്നിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് 1 പ്രോഗ്രാമോ 2 പ്രോഗ്രാമോ ഒക്കെയാണ് മാക്സിമം. ചിലയിടത്ത് നടത്തുന്നുമില്ല. എന്നിട്ട് അതുമാത്രം പോരാ, ഞങ്ങൾ പലയിടത്ത് കളിക്കാൻ പോയിട്ടും പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്. മൈക്ക് സാങ്ഷൻ്റെ പ്രോബ്ലം കാരണം പോലീസ് വന്ന് പ്രോബ്ലം ഉണ്ടാക്കി ഞങ്ങൾ പകുതിക്ക് പ്രോഗ്രാം നിർത്തിവെക്കുന്നു. ഒരു സമിതിയിൽ 20-ൽ പരം കലാകാരാണ് നമ്മൾ സ്റ്റേജിൽ അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉള്ളത്. 20-ൽ പരം കലാകാരൻ, ടെക്നീഷ്യൻ, സ്റ്റാഫ്, അഭിനയിക്കുന്നവർ എല്ലാവരും ഉൾപ്പെടെ ഈ 20 പേരും 20 കുടുംബമാണ്. ഈ 20 കുടുംബം നിലനിൽക്കുന്നത് ഒരു ട്രൂപ്പിൽ നിന്നാണ്. അതുപോലെ നിരവധി ട്രൂപ്പുകൾ, 1000-ഓളം ട്രൂപ്പുകളാണ് കേരളത്തിൽ പല മേഖലകളിലായി നമുക്കുള്ളത്. നമുക്കിത് എല്ലാവരെയും പട്ടിണിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതി മുന്നോട്ട് പോവുകയാണെങ്കിൽ കലാരംഗം എന്നൊരു മേഖല തന്നെ ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒന്ന് വേണം. ഒരു 4 മാസത്തെ ജനുവരി മുതൽ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് വരെയുള്ള ആ ഒരു കാലയളവിലേക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു കലാരംഗത്തുള്ളവരെല്ലാം പ്രവർത്തിക്കുന്നത്. കാരണം അവർക്ക് ആ ഒരു 5 മാസത്തെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമാണ് ബാക്കി അത് കഴിഞ്ഞുള്ള ഓഫ് സീസണിൽ പോലും നമ്മൾ പുതിയ നാടകത്തിന് വേണ്ടിയുള്ള റിഹേഴ്സലും കാര്യങ്ങളും എടുത്ത് നമ്മൾ ഇറങ്ങുന്നത്. ആ സമയത്ത് പോലും അവർക്കൊരു വരുമാനമില്ല. അവർ ആ വരുമാനം പോലും നമ്മുടെ ഈ പ്രോഗ്രാം സീസണിലാണ് നമ്മൾ ഓടി റൺ ചെയ്തെടുക്കുന്നത്. അതിപ്രാവശ്യം ഇല്ലാതായിരിക്കുകയാണ്. നമ്മൾ ഒരു മാസം 30 പ്രോഗ്രാം പോലും കളിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിൽ നിന്നും ഇപ്പോൾ വളരെയധികം പ്രോഗ്രാംസിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രാവശ്യം നമ്മുടെ നൃത്തനാടക അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും അല്ലാതെ ഈ കലാരംഗത്തുള്ള ആർട്ടിസ്റ്റ് അസോസിയേഷൻസ് ഉണ്ട്, ആർട്ടിസ്റ്റ് ഏജൻസ് അസോസിയേഷൻ, ഞങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നും ഇപ്രാവശ്യം കോടതിയിലേക്ക് കേസിന് പോവുകയാണ്. കേസിൻ്റെ കാര്യങ്ങളെല്ലാമായിട്ട് മുന്നോട്ട് പോകാനാണ് നമുക്ക് ഇൻഫർമേഷൻ ലഭിച്ചിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ശ്രീഭദ്രയുടെ ഉൾപ്പെടെ എല്ലാ കലാരംഗത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ഒത്തൊരുമയോടെ തന്നെയാണ് ഈ ഒരു കാര്യത്തിന് ഞങ്ങൾ ഇറങ്ങുന്നത്. ക്ഷേത്രത്തിൽ ഉത്സവം മേടമാസമാണ്. ക്ഷേത്ര ഉത്സവങ്ങളിൽ കലാപരിപാടികളൊക്കെ നിരോധിച്ചിട്ടുണ്ട്, സമയക്രമം വെച്ചിട്ട്. അതിനെക്കുറിച്ച് ഉത്സവം എന്താണ് പറയാനുള്ളത്? ഉത്സവം ഇപ്പം നിലവിൽ ഉത്സവം നടന്ന ക്ഷേത്രങ്ങളിലെല്ലാം എനിക്ക് തോന്നുന്നു 10-11 മണി കഴിഞ്ഞു. നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 22-ന് ആരംഭിച്ച് മെയ് 2-ന് അവസാനിക്കുകയാണ്. അതിൽ നമ്മൾ ഇപ്രാവശ്യം സമയക്രമം പാലിച്ച് തന്നെ, കോടതി ഉത്തരവിനെ മാനിച്ചുകൊണ്ട് തന്നെ ഒരു 7:30-8 മണിക്ക് പരിപാടി തുടങ്ങി 10 മണിക്ക് സ്പോൺസർമാരുടെ അടുത്തെല്ലാം ചെറിയ പരിപാടി 2 മണിക്കൂറിനകത്ത് നിൽക്കുന്ന പരിപാടി മതി എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഒരു 8 മണിക്കെങ്കിലും നമ്മൾ പരിപാടി തുടങ്ങി 10 മണിക്ക് അവസാനിക്കുന്ന രീതിയിലായിരിക്കും പരിപാടി ചാർട്ട് ചെയ്യുന്നത്. നോട്ടീസ് ആയിട്ടില്ല, 2 ദിവസത്തിനകത്ത് നോട്ടീസ് ആവും. ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കലാകാരന്മാർ ഏതാണ്ട് ഉത്സവങ്ങളൊക്കെ ഏതാണ്ട്
കഴിയാറായി കഴിഞ്ഞു. ഇത്രയും നാൾ കലാകാരന്മാരാരും അനങ്ങാതിരുന്നിട്ട് ഈ അവസാന നിമിഷമേ നേരത്തെ അവർ ചെയ്യേണ്ടുന്നതായിരുന്നു. ഒരു ഹർജി കോടതിയിൽ കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തായിരുന്നുണ്ടെങ്കിൽ മാറ്റം വന്നു പോയേനെ. അപ്പോൾ ഒന്നും ചെയ്യാത്ത രീതിയിൽ ഇനിയിപ്പോൾ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ കോടതിയുടെ ഉത്തരവ് എന്തോ വരുമോ വരുത്തില്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ല. പക്ഷേ നമ്മൾ കോടതിയുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് 11 ദിവസത്തെ പ്രോഗ്രാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗാനമേള, കൂടുതലും ഗാനമേള, വയലിൻ ഫ്യൂഷൻ, പിന്നെ ഒരു കഥകളി, ഡാൻസ്. നമ്മൾ 8 മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പ്രത്യേകം ഇവിടുത്തെ പൂജയൊക്കെ കഴിയുന്നത് ഒരു 9 മണിയോടുകൂടിയാണ് പൂജ കഴിയുന്നത്. പക്ഷേ നമ്മൾ തന്ത്രിയുടെ നിന്ന് പ്രത്യേക അനുവാദം മേടിച്ച് പുറത്തെ സ്റ്റേജ് കെട്ടി 8 മണിക്ക് തുടങ്ങിക്കൊള്ളാൻ തന്ത്രി അനുവാദം തന്നിട്ടുണ്ട്. നമ്മൾ 8 മണിക്ക് തന്നെ പരിപാടി തുടങ്ങി. സ്പോൺസർമാരെല്ലാം 2 മണിക്കൂറുള്ള പ്രോഗ്രാം ആണെങ്കിൽ 10 മണിയാകുമ്പം പരിപാടിയെല്ലാം കഴിഞ്ഞു. കഥകളിയുടെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് എന്തുവാന്നുള്ളത് അത് ആചാരമാണ്. കഥകളി ആചാരം എന്നുള്ളത് അത് ഇപ്പം മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിൻ്റെ എന്തുവാന്നുള്ളത് പോലീസുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് സൗണ്ടിൻ്റെ ഇത് പുറത്തോട്ടുള്ള ഔട്ട് കട്ട് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് ഇത്. കഥകളി നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ.